പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. അതൊരു ഞൊടുക്കൊരു പണിയാണ്. കാരണം നമ്മൾ സാധാരണ വീടൊക്കെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ കിണറൊക്കെ പെയിൻ്റ് അടിക്കും. അപ്പം ഈ കിണർ കളറടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പാതകം നമ്മൾ അടിക്കുമ്പം നമ്മളിപ്പം അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നമ്മൾ ആ പാതകം അടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പേടിയാണ്. കാരണം ഒരു കാരണവശാലെങ്കിലും നമ്മുടെ ബ്രഷ് കിണറ്റിലെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ പണിയാകും. പിന്നെ കിണറ്റിൽ വെള്ളം മൊത്തം നമ്മൾ പറ്റിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിവും സൂക്ഷിച്ചും കണ്ടുമാണ് നമ്മൾ ഈ കിണറിൻ്റെ പാതമൊക്കെ നമ്മൾ കളറടിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ആ ഒരു പേടി വേണ്ട. നമുക്ക് ചെറിയ ഒരു സിമ്പിൾ വർക്കാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനാവശ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ചരട്, അത് നൂലോ ചരട് എന്തൊരു ആയിക്കോട്ടെ, നമ്മൾ പൊട്ടിപ്പോകാത്ത സാധനം വേണമെന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ബ്രഷ് എടുക്കും. നമ്മളിപ്പം ചെറിയ ബ്രഷോ വലിയ ബ്രഷോ എന്തും ആയിക്കോട്ടെ, നമ്മൾ അവരൊരു യൂസ് ചെയ്യുന്ന ബ്രഷ് നമ്മൾ എടുക്കുക. അപ്പം ബ്രഷ് എടുത്തിട്ട് ഈ കയറിൻ്റെ രണ്ടറ്റത്തും ഓരോ കെട്ടിടുക. അപ്പം ഒരു കെട്ട് നമ്മൾ ഈ ബ്രഷിൻ്റെ പിടിയിൽ വേണം നമ്മൾ കൊടുക്കാൻ. അപ്പം ഒരു കാരണവശാലും നമ്മൾ കെട്ടഴിഞ്ഞു പോകട്ടെ, അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ചോണം, നല്ല രീതിയിൽ മുറുക്കി കെട്ടിക്കണം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കെട്ടുക. കെട്ടിയിട്ട് അതിൻ്റെ മറ്റേ സൈഡ് ഉണ്ടല്ലോ, രണ്ടാമത്തെ സൈഡ് ഇതുപോലെ നമ്മളൊരു ഊരുന്നാൻ വിട്ട് കെട്ടിയിട്ട് അത് നമ്മൾ കെട്ടേണ്ടത് നമ്മുടെ കയ്യിലാണ് കെട്ടിയിടേണ്ടത്. അപ്പോൾ ഇത് കയ്യെ കെട്ടിയിട്ടിട്ട് നമ്മൾ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഈ കിണറിൻ്റെ പാത്രം നമ്മൾ അടിച്ചു നോക്കി. ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന്, അഥവാ ബ്രഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പോലും നമ്മുടെ കയ്യെ തന്നെ അത് കിടക്കും. ഒരു കാരണവശാലും ഇത് ആ കിണറ്റിനകത്ത് പോകത്തില്ല. നമ്മൾ ബ്രഷ് ഒരു കാരണവശാലും നമ്മൾ കിണറ്റിൽ പോകാതിരിക്കാനുള്ള സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവർക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ചിരി തോന്നാം, പക്ഷേ നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളി ഒരു വീഡിയോ തന്നെയാണെന്ന്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഈ സൈഡ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ന് ബ്രഷ് തെന്നി കിണറ്റിൽ പോയി കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം പറ്റിക്കേണ്ട അവസ്ഥയാണ്. ഇത് കണ്ടില്ലേ, ആ സമയം ബ്രഷ് പോയി കഴിഞ്ഞാലും ഈ നമ്മുടെ കയ്യിൽ തന്നെ തൂങ്ങിക്കിടന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ചെയ്തു കേട്ടോ. എനിക്കറിയാം നിങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറം ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് അറിയാം. എങ്കിലും നമുക്ക് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഇത് പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ പിന്നെ ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം പറയാം. നമ്മൾ ഈ ഒരു കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇത് വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഈ കിണർ കുഴിക്കാനുള്ളതാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ശകലം പെയിൻറ്റ് കളറൊക്കെ അതിനകത്ത് വീണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം അത് പറ്റിച്ചിട്ട് ഇത് കുഴിക്കാനുള്ളതാണ്. പക്ഷേ നിങ്ങൾ കളറടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു തുള്ളി പോലും കിണറ്റിൽ വീഴാതിരിക്കാൻ നമ്മൾ കഴിവതും ശ്രദ്ധിക്കുക. അപ്പം ഇതുകൊണ്ട് നമുക്ക് മറ്റൊരു ഉപകാരമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കമ്പി ഉണ്ടല്ലോ, കമ്പി അടിക്കുന്ന സമയത്ത് ചില കമ്പിയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റാത്തതായിട്ടുണ്ട്. അതായത് അവർ മോട്ടർ സെറ്റ് ചെയ്യുന്ന സമയത്ത് മണ്ടയ്ക്കൂടെ വെച്ചങ്ങ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇതെടുത്ത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു കിണറിനും ഇത് തന്നെയാണ് സംഭവം. പക്ഷേ ഇനി ഇത് വെൽഡ് ചെയ്ത് മാറ്റിയാലേ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമ്മളിത് കമ്പി ഒക്കെ നമ്മൾ അടിക്കുവാണെങ്കിൽ തന്നെ ഇതുപോലെ കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ ഒരു കെട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും, ഇതിപ്പോൾ ചെറിയ ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് കൂടുതൽ, നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ 4ൻ്റെ ബ്രഷൊക്കെ ഇട്ടാണ് അടിക്കുന്നെങ്കിൽ നമ്മൾ ഈ സാധാരണഗതിയിൽ ബ്രഷ് പോകാൻ ചാൻസ് തീരെ കുറവാണ്. അപ്പം ഞാനിപ്പോൾ ഏതായാലും 2ൻ്റെ ബ്രഷ് ഇട്ടാണ് അടിച്ചത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് ചെയ്യുക. എങ്കിലും നമുക്കൊറ്റ ഇതേ ഉള്ളൂ, ഒരു കാരണവശാലും നമ്മൾ അടിക്കുന്ന ബ്രഷ് കിണറ്റിൽ പോകരുത്. അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിന് സബ് ചെയ്യുക. കൂടാതെ നമ്മുടെ മറ്റ് വീഡിയോസ് കണ്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റേ വീഡിയോ കാണുന്നവരെ ബൈ.